RSS ഉപയോഗിക്കുന്ന കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ചർച്ചയായിരിക്കെ ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ BJP പോസ്റ്റ് ചെയ്തു. കാവിക്കൊടി കയ്യിലേന്തിയ ഭാരതാംബ ചിത്രം ഗവർണർ രാജ്ഭവനിൽ വച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് RSS BJP നേതാക്കൾ വാദിക്കുന്നതിനിടെയാണ് ഭാരതാംബയുടെ കയ്യിൽ ദേശീയ പതാകയാക്കിയത്. എന്നാൽ പുഷ്പാർച്ചനയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP സ്ഥാപിച്ച ചിത്രത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയാണുള്ളത്. വിവാദമായതോടെ ദേശീയ പതാകയെയും ബഹുമാനിക്കുന്നവരാണ് ദേശീയവാദികൾ എന്ന വിശദീകരണവുമായി BJP നേതൃത്വം രംഗത്തെത്തി. BJP അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ കാവിക്കൊടി വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ആ ഫേസ്ബുക്കിൽ എന്താ വന്നത്. സംശയമുള്ളവര് യുദ്ധഭൂമിയിലെ ജവാന്മാരോട് ചോദിക്കുക, ഏതാണ് ഭാരതാംബ എന്ന് ചോദിക്കുക. അതിനിടെ ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി V. ശിവൻകുട്ടി വീണ്ടും എത്തി. എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ലംഘനമാണ് ഗവർണർ നടത്തുന്നതെന്ന് മന്ത്രി ആവർത്തിച്ചു. ഇതൊരു വനിതയുടെ വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSന്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അതാണ് അവിടുത്തെ പ്രശ്നം. അത് എന്നിട്ടത് അഹങ്കാരത്തോടെ വീണ്ടും ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാരതാംബയുണ്ടോ എന്ന് ചോദിക്കുകയാണ് LDF കൺവീനർ. ഭാരതാംബ എന്നുള്ളൊരു അതൊരു സങ്കല്പമാണ്. ഇതിൻ്റെ ഒരു പ്രയോഗതയും ഇതിൻ്റെ രൂപവും നമുക്ക് ഇന്ത്യൻ ഭരണഘടന പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. അവിടെ കാവിക്കൊടിയില്ല, ഇതുപോലുള്ള ഒരു അവതാരമില്ല. അങ്ങനെയുള്ളൊരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ഭാരതാംബ ചിത്രവിവാദം തീർന്നിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.